നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രോസസ് കോസ്റ്റിങ്ങിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ജോയിന്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ജോയിന്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ജോയിന്റ് പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റും തമ്മിലുള്ള ഈ പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതിൽ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ ഇത്തരം ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ വരാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ടേ പിന്നെ നമ്മൾക്ക് ഉള്ള ഏകദേശം സാധ്യത ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാനേ പറ്റുള്ളൂ. വോയിസ് ക്ലിയർ ആണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. 4ാമത്തെ ചാപ്റ്റർ ആണ്. പിന്നെ 4ാമത്തെ ചാപ്റ്ററിന്റെ ഭാഗം ഇന്നലെയും ഡിസ്കസ് ചെയ്തിരുന്ന ഈ ടോപ്പിക് തന്നെയായിരുന്നു. പാർട്ട് 2 നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താണ് ജോയിന്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് ആണ്. ഒന്ന് കമന്റ് ചെയ്യട്ടോ, വോയിസിന്റെ കാര്യം ഒന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഫർഹാന, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. അപ്പോ വാട്ട് യു മീൻ ബൈ ജോയിന്റ് പ്രൊഡക്റ്റ്, ഒന്നാമത്തെ ചോദ്യമാണ്. വാട്ട് യു മീൻ ബൈ ജോയിന്റ് പ്രൊഡക്റ്റ്, എന്താണ് ജോയിന്റ് പ്രൊഡക്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു റോ മെറ്റീരിയൽ എടുത്തിട്ട് ആ ഒരു റോ മെറ്റീരിയലിലൂടെ നമ്മൾ ചില പ്രോസസ്സുകൾ ചെയ്യുന്നു. ആ പ്രോസസ്സ് ചെയ്തു വരുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ പ്രൊഡക്റ്റിനും ഒരേ സിഗ്നിഫിക്കന്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകളെ നമുക്ക് ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിലിന്റെ ഒരു ഇതാണ്, ഓയിൽ റിഫൈനറി ആണെന്ന് കരുതുക. ഓയിൽ റിഫൈനറിയിൽ അതിൽ ക്രൂഡ് ഓയിൽ മെറ്റീരിയലും അതുപോലെ തന്നെ ലേബർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഇതിൽ വരുന്ന ലേബർ കോസ്റ്റ് അതേപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റും മറ്റ് ചെലവുകളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഒന്ന് പെട്രോൾ ആണ്, മറ്റൊന്ന് ഡീസലാണ്, മറ്റൊന്ന് കെറോസിൻ ആണ്, മറ്റൊന്ന് നമുക്ക് വാക്സ് എന്നൊരു എക്സാമ്പിളും കൂടെ എന്ത് ചെയ്യുക അതിലേക്ക് ചേർക്കാം. അപ്പൊ ഇതിൽ പെട്രോൾ, ഡീസൽ, കെറോസിൻ ഏകദേശം എല്ലാത്തിനും എന്താണ് ഏകദേശം ഒരേ റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരേ പിന്നെ എക്കണോമിക് വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകളെ നമുക്ക് ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും. എന്നാൽ അതേസമയം ഇതിന് വലിയ വാല്യൂ ഒന്നുമില്ല, ഒരു നെഗ്ലിജിബിൾ വാല്യൂ ആണുള്ളത് വാക്സ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ഇതിനെ ബൈ പ്രൊഡക്റ്റ് എന്നും പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ച ചോദ്യം എന്താണ് വാട്ട് യു മീൻ ബൈ ജോയിന്റ് പ്രൊഡക്റ്റ് എന്നതാണ് ചോദ്യം. ജോയിന്റ് പ്രൊഡക്ട്സ് ആർ 2 or more products produced simultaneously from the same raw material and manufacturing process where each product has significant economic value. അവിടെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും എന്തുണ്ട്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എക്കണോമിക് വാല്യൂ ഉണ്ട്. അത്തരം പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എല്ലാത്തിനും എന്തുണ്ട്, ഒരു സിഗ്നിഫിക്കന്റ് എക്കണോമിക് വാല്യൂ ഉണ്ട്. സിഗ്നിഫിക്കന്റ് എക്കണോമിക് വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജോയിന്റ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആണ് ഓയിൽ റിഫൈനറിയിൽ വരുന്ന പെട്രോള്, ഡീസല്, കെറോസിൻ ആർ ഒബ്റ്റൈൻഡ് ടുഗദർ ഫ്രം ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിലിന് ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കുറച്ചധികം എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുക. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ്ഡ് അറ്റ് സെയിം ടൈം. ഒരേ സമയമാണ് ഇത് എന്ത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ്ഡ് അറ്റ് സെയിം ടൈം അല്ലെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒറ്റ ടൈമിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോമൺ റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ കോമൺ പ്രോസസ്സും കോമൺ റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഓക്കെ,
ഓൾ പ്രൊഡക്റ്റ് ഹാവ് കമ്പാരിറ്റീവ്ലി ഈക്വൽ ഇമ്പോർട്ടൻസ് ആൻഡ് വാല്യൂ. എല്ലാ പ്രൊഡക്റ്റിനും കമ്പാരിറ്റീവ്ലി എന്താണ് ഈക്വൽ പ്രൊഡക്റ്റ് എന്താണ് വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസും ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ എന്ത് പറയുള്ളൂ, ജോയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ജോയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുള്ളൂ. അത് നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യണം, ഉണ്ടാവണം. ഓക്കെ, ഇനി ജോയിൻ പ്രൊഡക്റ്റ് എന്താന്ന് പറഞ്ഞു. ഇനി ഡിഫൈൻ കോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. കോ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വ്യത്യസ്ത പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, കോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫർണിച്ചർ ഇൻഡസ്ട്രിയാണ് എന്ന് കരുതുക. ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ നമ്മൾക്കുള്ള റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എന്തുണ്ടാക്കുക, ചെയർ ഉണ്ടാക്കുക, ടേബിൾ ഉണ്ടാക്കുക, ഇങ്ങനെ മറ്റു പല സാധനങ്ങൾ ഉണ്ടാക്കുക, അല്ലെ, കട്ടില് പോലത്തെ മറ്റു പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക. പക്ഷെ ഒന്ന് ഉണ്ടാക്കുന്നതിന്റെ തൽഫലമായിട്ട് വരുന്നതല്ല മറ്റൊരു പ്രൊഡക്റ്റ്. ഓരോന്നും വെവ്വേറെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ സെയിം പ്രോസസ്സുകളും സെയിം ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഓരോ പ്രൊഡക്റ്റും ഉണ്ടാകുന്നതെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകളെ എന്ത് നമുക്ക് പറയാം, കോ പ്രൊഡക്റ്റ് എന്ന് പറയാം. കോ പ്രൊഡക്ട്സ് ആർ 2 or more products manufactured by the same industry using the same facilities but each product can be produced independently. ഓരോ പ്രൊഡക്റ്റും നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്തരം പ്രൊഡക്റ്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, കോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത്തരം പ്രൊഡക്റ്റുകളാണ് കോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസിങ് ടേബിൾ, ചെയർ, ഇതൊക്കെ. ടേബിൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് വരുന്ന പ്രൊഡക്റ്റ് ആണോ? ടേബിൾ ഉണ്ടാക്കുമ്പോൾ അതിന്ന് ഉണ്ടായി വരുന്നതാണോ ചെയർ? അല്ല. എന്നാൽ സെയിം റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരുപോലത്തെ പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരാൻ പറ്റും, ഒരു പ്രൊഡക്റ്റ്, ഇതുപോലത്തെ വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. അത്തരം പ്രൊഡക്റ്റുകളാണ് കോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ഇതിലേക്ക് പോവാണ്. മെയിൻ പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്. ജോയിൻ പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ മെയിൻ പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്, അതായത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് കൊപ്ര, അല്ലെ, കൊപ്ര വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കൊപ്ര ആട്ടി വരുമ്പം നമുക്ക് കിട്ടുന്ന സാധനം എന്താ, ഒന്ന് നമുക്ക് വെളിച്ചെണ്ണ കിട്ടും, അല്ലെ, ഒന്ന് നമുക്ക് എന്ത് കിട്ടും, വെളിച്ചെണ്ണ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്തും കിട്ടും, പിണ്ണാക്കും കിട്ടും. ഇതില് ഏതിനാണ് കൂടുതൽ എക്കണോമിക് വാല്യൂ ഉള്ളത്? വെളിച്ചെണ്ണക്കാണ്. അപ്പൊ വെളിച്ചെണ്ണനെ നമ്മൾ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയും. അതല്ലാത്ത മറ്റേ ആ പ്രൊഡക്റ്റിനെ, സിഗ്നിഫിക്കന്റ് വാല്യൂ ഇല്ലാത്ത പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും, ബൈ പ്രൊഡക്റ്റ്. കോക്കനട്ട് കേക്ക് അല്ലെങ്കിൽ പിണ്ണാക്കിനെ നമ്മൾ എന്ത് വിളിക്കും, ബൈ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. അതാണ് മെയിൻ പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റും തമ്മിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നോക്കുക, എന്താണ് മെയിൻ പ്രൊഡക്റ്റ്? ഈസ് ദ പ്രൈമറി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് ഹാസ് ദ ഹയസ്റ്റ് എക്കണോമിക് വാല്യൂ. അതിനെന്തുണ്ട്, ഹയസ്റ്റ് എക്കണോമിക് വാല്യൂ ഉണ്ട്. അങ്ങനത്തെ പ്രൊഡക്റ്റിനാണ് നമ്മൾ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എ ബൈ പ്രൊഡക്റ്റ് ഈസ് എ സെക്കൻഡറി പ്രൊഡക്റ്റ്. ബൈ പ്രൊഡക്റ്റ് എന്താണ്, സെക്കൻഡറി പ്രൊഡക്റ്റ് ആണ്. ഒബ്റ്റൈൻഡ് ഇൻസിഡന്റലി. എങ്ങനെ, നമ്മൾ ഇന്റൻഷനലി ഉണ്ടായതല്ല, ഇൻസിഡന്റലി വന്നതാണ്. ഡ്യൂറിങ് പ്രൊഡക്ഷൻ ആൻഡ് ഹാസ് കമ്പാരിറ്റീവ്ലി ലോവർ വാല്യൂ. മെയിൻ പ്രൊഡക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോവർ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിന് ഉണ്ടാവുക. അതാണ് ബൈ പ്രൊഡക്റ്റ്. അപ്പോ ജോയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലോ, ജോയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഇപ്പൊ ഞാൻ നേരത്തെ ക്രൂഡ് ഓയിലിന്റെ കേസ് ഇത് പറഞ്ഞു, ഓയിൽ റിഫൈനറിയിലെ കേസ് പറഞ്ഞു. എന്താണ്, പെട്രോൾ വരുന്നു, ഡീസൽ വരുന്നു, കെറോസിൻ വരുന്നു. ഈ മൂന്നും മെയിൻ പ്രൊഡക്റ്റുകളാണ്. ഇതാണ് ജോയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൂന്നും ഒന്നിച്ച് ഒരേ ഈക്വൽ ഇമ്പോർട്ടന്റ് ആയി വരുമ്പം ഈ മെയിൻ പ്രൊഡക്റ്റുകളെല്ലാം കൂടെ കൂട്ടി നമുക്ക് ജോയിൻ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. അതിന് വലിയ എക്കണോമിക് വാല്യൂ ഇല്ലാത്ത വാക്സ് ഉണ്ടെങ്കിൽ അതിനെ ബൈ പ്രൊഡക്റ്റ് എന്നും വിളിക്കാം. അപ്പോൾ നമ്മൾ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി പ്രൊഡക്റ്റ് ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാനുഫാക്ചറിങ് പ്രോസസ്. അതിന് ഹയസ്റ്റ് എക്കണോമിക് വാല്യൂ ഉണ്ടാവും. ഓക്കെ,
ബൈ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് സെക്കൻഡറി പ്രൊഡക്റ്റ് ആണ്, ഇൻസിഡന്റലി സംഭവിച്ചതാണ്, നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള ഇന്റൻഷൻ ഒന്നുമില്ല. കമ്പാരിറ്റീവ്ലി ലോവർ വാല്യൂ ആണ്, കമ്പാരിറ്റീവ്ലി ലോവർ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുക ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ, ഈ ഈക്വലന്റ് പ്രൊഡക്ഷനും നമ്മുടെ പ്രോസസ് കോസ്റ്റിംഗിന്റെ ഭാഗമാണ് എല്ലാം, ഈ ജോയിന്റ് പ്രൊഡക്റ്റ് ഒക്കെ എന്നുള്ളതുകൊണ്ടാണ് ഈക്വലന്റ് പ്രൊഡക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് മീൻ ബൈ ഈക്വലന്റ് പ്രൊഡക്ഷൻ? ഈക്വലന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ, ആ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡില് എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റുകൾ, ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് റോ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടാവും. എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഇട്ടിട്ടുണ്ടാവും. എന്നാൽ അത് ഫൈനലി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവില്ല. പിന്നെ എവിടെയാണ് ആ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലുള്ളത്? ഈ റോ മെറ്റീരിയലിന്റെയും ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും ഇടയിൽ കിടക്കുകയാണത്. ഇടയിലാണ് അതുള്ളത്. ഇത്തരം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വർക്ക് എന്ത് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ആയ ഈ ഗുഡ്സിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയലിന്റെ സ്റ്റേജിൽ നിന്ന് അത് പോയിട്ടുണ്ട്, എന്നാൽ അത് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സ്റ്റേജിലേക്ക് അത് എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. അപ്പൊ നമുക്കതിന്റെ എമൗണ്ട് പറയുമ്പം എന്ത് പറയാൻ പറ്റൂല, വലിയ രീതിയിൽ നമുക്ക് എത്രയാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, കൃത്യമായി എത്ര യൂണിറ്റ് എന്നും അതിന്റെ കോസ്റ്റ് എന്നും പറയാൻ പ്രായോഗികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ കംപ്ലീറ്റ് ചെയ്യാത്ത ഇൻകംപ്ലീറ്റ് യൂണിറ്റിനെ നമ്മൾ കംപ്ലീറ്റഡ് ഈക്വലന്റ് യൂണിറ്റ് ആക്കി മാറ്റും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്ത് 1000 റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 1000 റോ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ 1000 റോ മെറ്റീരിയൽ അതിന്റെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ കുറെ കോസ്റ്റ് കാര്യങ്ങൾ പലതും അതിലേക്ക് ചെലവാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു വാല്യുവേഷൻ നടത്തിയപ്പോൾ ഒരു 30% ഇത് കംപ്ലീറ്റ് ആണ് എന്ന് പറയാൻ പറ്റും. 30% കംപ്ലീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 30% സാധനം ഫുള്ളി ഉണ്ടായി എന്നല്ല. ഈ 1000 റോ മെറ്റീരിയലിന്റെ കോസ്റ്റും മറ്റ് ആസ്പെക്റ്റുകളും വെച്ച് നോക്കുമ്പോൾ ഇതൊരു 30% കംപ്ലീറ്റ് ആയതിന് ഈക്വൽ ആണ്. 30% പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയതിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 1000 യൂണിറ്റിനെ നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള ഈക്വലന്റ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് 300 യൂണിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് WIP വാല്യുവേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്. അപ്പൊ ഈക്വലന്റ് പ്രൊഡക്ഷൻ മീൻസ് കൺവേർട്ടിംഗ് ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻടു ആൻ ഈക്വലന്റ് നമ്പർ ഓഫ് ഫുള്ളി കംപ്ലീറ്റഡ് യൂണിറ്റ്. നമ്മൾ കൺവേർട്ട് ചെയ്യാണ് ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇൻകംപ്ലീറ്റ് ആയ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ് ഇൻടു ആൻ ഈക്വലന്റ് നമ്പർ ഓഫ് ഫുള്ളി കംപ്ലീറ്റഡ് യൂണിറ്റ്. അതിന് ഫുള്ളി കംപ്ലീറ്റഡ് ആയ ഈക്വലന്റ് യൂണിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? ഫോർ കോസ്റ്റ് കാൽക്കുലേഷൻ, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ 1000 യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽ ഏകദേശം ഒരു 70% എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ലേബറിന്റെ ചാർജ് നോക്കുമ്പോൾ ഒരു 50% കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓവർ ഹെഡ് ചാർജ് നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 40% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിനെ ഓരോ ആസ്പെക്റ്റിലും നമ്മൾ മെറ്റീരിയലിനെ വെച്ച് നോക്കുമ്പോൾ മെറ്റീരിയൽ ഇത് 700 യൂണിറ്റിന് ഈക്വൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആയി എന്ന് പറയാം. അതേപോലെ തന്നെ ലേബർ വെച്ച് നോക്കുമ്പോൾ അത് 500 യൂണിറ്റിന് ഈക്വലാന്ന് പറയാൻ പറ്റും. ഓവർ ഹെഡ് ഇത് എന്താണ്, 400 യൂണിറ്റിന് ഈക്വലാന്ന് പറയാൻ പറ്റും. അങ്ങനെ അപ്പൊ എന്നിട്ട് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ നമ്പർ ഓഫ് യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഓവർ ഹെഡ് കോസ്റ്റ് ഈ 500 ആയിട്ട് അല്ലെങ്കിൽ 400 ആയിട്ട് ഡിവൈഡ് ചെയ്യും. മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിൽ 700 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈക്വലന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻകംപ്ലീറ്റ് യൂണിറ്റിനെ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഈക്വലന്റ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഈക്വലന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കൺവേർട്ടിംഗ് ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻടു ആൻ ഈക്വലന്റ് നമ്പർ ഓഫ് ഫുള്ളി കംപ്ലീറ്റഡ് യൂണിറ്റ്. ഇൻകംപ്ലീറ്റ് ആയതിനെ, അതായത് ഫുള്ളി കംപ്ലീറ്റ് ആവാത്തതിനെ
ഏകദേശം ഈക്വൽ ആയ കംപ്ലീറ്റഡ് യൂണിറ്റ് ആയിട്ട് താരതമ്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കോസ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഉദാഹരണം, ഇഫ് 100 യൂണിറ്റ് ആർ 50% കംപ്ലീറ്റ്, 100 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടോ 50% കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ ഇതിനെ 50 കംപ്ലീറ്റഡ് യൂണിറ്റ് ആയിട്ട് പരിഗണിക്കും. നമ്മളിപ്പം ചില സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ പറയില്ലേ, ഒരു 80% ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിന്ന് എന്ന് പറയും. ഇപ്പൊ പലപ്പോഴും നമ്മൾ വീട്ടില് ചോറൊക്കെ വെക്കുകയാണെന്ന് കരുതുക. ചോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരി എത്ര വെന്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു 80% ഒക്കെ വെന്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ഒരു 80% അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് ചെലവായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരു ഹോട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 80% വർക്ക് എടുക്കാനുള്ള ലേബറിന്റെ കോസ്റ്റ് അതിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ്. അപ്പൊ ഏകദേശം എത്ര ഫുള്ളി കംപ്ലീറ്റ് ആയതിന് ഈക്വൽ ആണ് എന്നാണ് നോക്കുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് ഇതിൽ തിയറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്, തിയറി ആസ്പെക്റ്റിൽ സംസാരിക്കാനുള്ള കാര്യങ്ങൾ. ഇനി കുറച്ച് പ്രോബ്ലംസ് തിയറിയിൽ തന്നെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം നോക്കാം. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഒന്ന്, ഡിഫറൻസ് ബിറ്റ്വീൻ ജോയിൻ പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്. ജോയിൻ പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ജോയിൻ പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നാമത്തെ നോക്കുക. ജോയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ടുഗദർ ഹാവിങ് ഓൾമോസ്റ്റ് ഈക്വൽ വാല്യൂ. ഓൾമോസ്റ്റ് ഈക്വൽ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, ജോയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ദ സെക്കൻഡറി പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് അലോങ് വിത്ത് മെയിൻ പ്രൊഡക്റ്റ്. മെയിൻ പ്രൊഡക്റ്റിനോട് കൂടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ ഈ ഓൾ പ്രൊഡക്റ്റ് ആർ ഈക്വൽ ഇമ്പോർട്ടൻസ്. എല്ലാ പ്രൊഡക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ ബൈ പ്രൊഡക്റ്റിന്റെ കേസിൽ മെയിൻ പ്രൊഡക്റ്റിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ബൈ പ്രൊഡക്റ്റിന് എന്താണ്, ലെസ് ഇമ്പോർട്ടൻസ്, ലോവർ ഇമ്പോർട്ടൻസ് മാത്രമേ എന്ത് ഉള്ളൂ എന്നുള്ളതാണ്. വാല്യൂ നോക്കുമ്പോൾ ജോയിൻ പ്രൊഡക്റ്റിന് ഹൈ കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടാവും. എന്നാൽ ബൈ പ്രൊഡക്റ്റിന് കമ്പാരിറ്റീവ്ലി ലോ കൊമേഴ്ഷ്യൽ വാല്യൂ ആണ് എന്ത് ചെയ്യുക, വരിക എന്നുള്ളതാണ്. പിന്നെ പ്രൊഡക്ഷൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് ഇന്റൻഷനലി കരുതി കൂട്ടിയിട്ട് തന്നെയാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇൻസിഡന്റലി സംഭവിച്ചതാണ്. നമുക്കിത് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. വന്നപ്പോൾ ഇനി അത് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ചെറിയ വിലക്ക് വിറ്റ് ഒഴിവാക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ എടുക്കുന്നതേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്, മെയിൻ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോയിൻ കോസ്റ്റ് ഇവരുടെ ഇടയിൽ എന്ത് ചെയ്യും, ഇക്വിറ്റബിൾ ബേസിൽ ഷെയർ ചെയ്യും. എന്നാൽ ഇവിടെ ചെറിയ ഷെയറേ കൊടുക്കുള്ളൂ. ബൈ പ്രൊഡക്റ്റിലേക്ക് ചെറിയ ഷെയർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പോവുള്ളൂ. എക്സാമ്പിൾ പെട്രോള്, ഡീസൽ, കെറോസിൻ ഫ്രം ക്രൂഡ് ഓയിൽ ഇൻഡസ്ട്രിയിൽ വരുന്ന ഇതാണ്. എന്നാൽ ഇവിടെ ഷുഗർ ഇൻഡസ്ട്രിയിൽ വരുന്ന മൊലൈസസ് ആണ് എന്ത് ചെയ്യുന്നത്, എന്ത് പറയുന്നത്, ഒബ്റ്റെയിൻഡ് ഡ്യൂറിങ് ഷുഗർ പ്രൊഡക്ഷൻ. ഷുഗർ പ്രൊഡക്ഷനിലൂടെ വരുന്ന മൊലാസസ് ആണ് എന്ത് പറയുന്നത്, ഈ ബൈ പ്രൊഡക്റ്റിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ജോയിൻ പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസ്, 6 ഡിഫറൻസ് മാത്രമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. വ്യത്യസ്ത രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കി പോവുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് പോവാം. ഇത് ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ, ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, യെസ്. ഇനി നമ്മുടെ ബൈ പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യും. ജോയിൻ പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. പിന്നെ ഈക്വലന്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. കോസ്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിന്റെയും വൈന്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
ദ ലേറ്റർ വൈ, അതായത് രണ്ടാമത്തെ, രണ്ടെണ്ണല്ലേ പറഞ്ഞേ, അപ്പൊ ഫസ്റ്റത്തെ അല്ല രണ്ടാമത്തെ. ലേറ്റർ വൈ ബീയിങ് ബൈ പ്രൊഡക്റ്റ്, ഇതിൽ വൈ ആണ് എന്ത് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓൺ ഹൂസ് സെയിൽ എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ഈസ് ഒബ്റ്റൈൻഡ്. അതിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസിന്റെ, അതായത് ബൈ പ്രൊഡക്റ്റ് എന്താണോ വിൽക്കുന്നത് അത് ആ 20% സെല്ലിംഗ് പ്രൈസിന്റെ മേലെ 20% പ്രോഫിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നോക്കാം. പെർട്ടിക്കുലേഴ്സ് തന്നിട്ടുണ്ട്, മെറ്റീരിയൽ കോസ്റ്റ്, ജോയിൻ കോസ്റ്റും തന്നിട്ടുണ്ട്, സെപ്പറേറ്റ് കോസ്റ്റും തന്നിട്ടുണ്ട് അല്ലെ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ജോയിന്റ് ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ പിന്നെ സെപ്പറേറ്റ് കോസ്റ്റുകളും എന്ത് ചെയ്യും ഉണ്ടാവാം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അതെന്താ അങ്ങനെ പറഞ്ഞേ നോക്കുക. ചിലപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിപ്പോ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് കരുതുക, ഒരു മെറ്റീരിയൽ ആണ്. ഈ മെറ്റീരിയലിൽ ചെറിയ പ്രോസസ്സുകളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് 3 പ്രൊഡക്റ്റ് കിട്ടി. ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ കേസ് തന്നെ എടുക്കാം. നമുക്ക് ഓയിൽ റിഫൈനറിയിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ക്രൂഡ് ഓയിലും ലേബറും ഓവർഹെഡും ഒക്കെ ചെലവാക്കി. അങ്ങനെ ചെലവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്തു, 3 പ്രൊഡക്റ്റ് കിട്ടി. പെട്രോള്, ഡീസല്, എന്റെ എക്സാമ്പിൾ വെച്ചിട്ട് വാക്സ് ഉണ്ട് എന്നല്ല പറയുന്നത് കേട്ടോ, ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചേർക്കുന്ന. അപ്പൊ ഇവിടെ ഇനി ഇതില് 3 പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 3 പ്രൊഡക്റ്റ് റെഡിയായി. ഇനി ഈ 3 പ്രൊഡക്റ്റും കൂടെ ശരിയായതിനു ശേഷം ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോസ്റ്റ് ചെലവാക്കിയിട്ടുണ്ട്. ഈ കോസ്റ്റിനാണ് നമ്മൾ ജോയിന്റ് കോസ്റ്റ് എന്ന് പറയാം. ഇനിയിപ്പോ ഈ പെട്രോൾ കുറച്ചും കൂടെ ഒന്ന് എന്ത് ചെയ്യാനുണ്ട്, കൂടുതൽ ഒന്ന് അതുമേ കുറച്ചും കൂടെ വർക്ക് ചെയ്യിപ്പിക്കാനുണ്ട്. അതായത് പെട്രോളിലുള്ള ചെറിയ പ്രശ്നങ്ങളൊന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കാനുണ്ട് എന്ന് കരുതുക. അതിനു വേണ്ടി കുറച്ച് മെറ്റീരിയലും ലേബറും ഓവർഹെഡും നമ്മൾ ചെലവാക്കിയെങ്കിൽ ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് പ്രൊഡക്റ്റ് ഉണ്ടായതിനു ശേഷം വരുന്ന ചെലവല്ലേ, അതിനെ നമ്മൾ സെപ്പറേറ്റ് കോസ്റ്റ് എന്ന് എന്ത് ചെയ്യും, അതിനെ നമ്മൾ സെപ്പറേറ്റ് കോസ്റ്റ് എന്ന് വിളിക്കും. അതായത് പ്രൊഡക്റ്റ്, ഈ മെയിൻ പ്രൊഡക്റ്റ്, ഈ 2 പ്രൊഡക്റ്റ് വന്നതിന് ശേഷം ഓരോന്നിനും സെപ്പറേറ്റ് ചെലവാക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, സെപ്പറേറ്റ് കോസ്റ്റ് എന്ന് വിളിക്കും. അപ്പോ ഇവിടെ നോക്കുക, ഈ എക്സ് പ്രൊഡക്റ്റ് എക്സിന് വേണ്ടിയിട്ട് വരുന്ന ജോയിന്റ്, എല്ലാത്തിനും കൂടെ പ്രൊഡക്റ്റ് എക്സിനും വൈക്കും വരുന്ന ജോയിന്റ് കോസ്റ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അത് എത്രയൊക്കെയാണ്, മെറ്റീരിയലിന് 9,000, ലേബറിന് 4,000, എക്സ്പെൻസ് 2,000. ഇനി സെപ്പറേറ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ ഈ എക്സും വൈയും ആയതിനു ശേഷം ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയലും ലേബറും അതുപോലെ തന്നെ എക്സ്പെൻസും ചെലവാക്കിയിട്ടുണ്ട്. ആ ഡാറ്റയാണ് ഈ തന്നിട്ടുള്ളത്. ഇപ്പോ നമ്മളോട് എന്താ പറഞ്ഞത്, ഇനി ഇതിന്റെ ക്വസ്റ്റ്യന്റെ ബാക്കി ഭാഗം കൂടെ ഒന്ന് വായിക്കാം. അതായത് ടോട്ടൽ എമൗണ്ട് റിയലൈസ്ഡ് ബൈ സെയിൽ ഓഫ് വൈ വിറ്റിട്ട് നമുക്ക് 3,500 രൂപ കിട്ടുന്നുണ്ട്. വൈ വിറ്റത് 3,500 രൂപക്കാണ്. വൈന്റെ പ്രോഫിറ്റ് 20%. വൈന്റെ പ്രോഫിറ്റ് എത്രയാണ്, 20%. നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ്, ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിന്റെയും വൈന്റെയും കോസ്റ്റാ കാണാൻ പറഞ്ഞത്, എക്സിന്റെയും വൈന്റെയും കോസ്റ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ എക്സിന്റെയും വൈന്റെയും കോസ്റ്റ് കാണാൻ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എക്സ് ആയാലും വൈ ആയാലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ കോസ്റ്റ് കൃത്യമായി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സെപ്പറേറ്റ് കോസ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ജോയിൻ കോസ്റ്റ് ഓരോന്നിലേക്കും എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും എക്സിൻ്റെത് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റൂല, പക്ഷെ വൈൻ്റെത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കുക എങ്ങനെ കാണാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എഴുതുന്നതൊന്ന് നോക്കി വെക്കുക. എക്സിന്റെ കാര്യം, എക്സ് അല്ല വൈന്റെ ജോയിന്റ് കോസ്റ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ആദ്യം നമ്മൾ വൈയുടെ ജോയിന്റ് കോസ്റ്റ് കാണാം. വൈയുടെ ജോയിന്റ് കോസ്റ്റ് എങ്ങനെ കാണാൻ പറ്റും, വൈയുടെ ജോയിന്റ് കോസ്റ്റ്, വൈന്റെ ജോയിന്റ് കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വൈന്റെ സെയിൽ വാല്യൂ എടുക്കുക. വൈ എത്ര രൂപക്കാ വിറ്റത്, 3,500, എത്ര രൂപക്കാ വിറ്റത്, 3,500 രൂപക്കാണ് വിറ്റത്. അപ്പൊ വൈ വിറ്റത് 3,500-നാണ്. ഈ 3,500-ൽ പ്രോഫിറ്റ് ഉണ്ട്. എത്ര പ്രോഫിറ്റ്, 3,500-ൽ പ്രോഫിറ്റ് ഉണ്ട്. എത്രയാണ് പ്രോഫിറ്റ്, 3,500-ന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20%. അപ്പൊ ആ പ്രോഫിറ്റ് കുറക്കുക, ലെസ് പ്രോഫിറ്റ് 20% കുറച്ചു കഴിഞ്ഞാൽ 3,500-ന്റെ 20% എന്ന് പറഞ്ഞാൽ 700 രൂപയാണ്. 700 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2,800 കിട്ടും. സെയിൽസ് നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇത് ടോട്ടൽ കോസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്ത്,
വൈ ഉണ്ടാക്കാനുള്ള വൈ എന്ന ജോയിന്റ് പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ടോട്ടൽ കോസ്റ്റ് ആണ് 2800. ഈ 2800 നിന്നും വൈന്റെ സെപ്പറേറ്റ് കോസ്റ്റ് കുറക്കുക. വൈക്ക് വേണ്ടിയിട്ട് വന്ന സെപ്പറേറ്റ് കോസ്റ്റ് എത്ര? 1000, 300, 400, 1700 അപ്പോ വൈയുടെ സെപ്പറേറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ സബ്സീക്വന്റ് കോസ്റ്റ്, വൈയുടെ സെപ്പറേറ്റ് കോസ്റ്റ് കുറക്കുക. 1700 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ജോയിന്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഷെയർ ഓഫ് വൈ ഇൻ ജോയിന്റ് കോസ്റ്റ്. ജോയിന്റ് കോസ്റ്റ് ഓഫ് വൈ എന്താ വെച്ചാൽ എഴുതുക. വൈന്റെ ജോയിന്റ് കോസ്റ്റ് എത്ര വരുന്നത്? വൈന്റെ ജോയിന്റ് കോസ്റ്റ് 1100 രൂപയാണ്. വൈയുടെ ജോയിന്റ് കോസ്റ്റ് 1100 ആണെന്ന് മനസ്സിലായോ? വൈയുടെ ജോയിന്റ് കോസ്റ്റ് 1100 എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യ്. വൈയുടെ ജോയിന്റ് കോസ്റ്റ് 1100 എങ്ങനെയാണ് കിട്ടിയത് എന്ന് മനസ്സിലായോ? യെസ്. ഇപ്പോ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് നമുക്കറിയാം 15,000 രൂപയാണ്. എങ്ങനെ കിട്ടിയേ? 9ഉം 4ഉം 3ഉം 9ഉം 4ഉം 13, 13 2 15. 15,000 ആണ് ടോട്ടൽ ജോയിന്റ് കോസ്റ്റ്. അപ്പൊ വൈയുടെ ജോയിന്റ് കോസ്റ്റ് കിട്ടി 1100. അപ്പൊ ബാക്കി വരുന്ന 13,900 എന്താണ്? 13,900 എന്താണ്? എക്സിന്റെ ജോയിന്റ് കോസ്റ്റ് ആണ്. ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് 15,000 ആണ്. വൈയുടെ ജോയിന്റ് കോസ്റ്റ് നമ്മൾ കണ്ടെത്തി 1100 ആണ്. അപ്പൊ ബാക്കി വരുന്ന 13,900 എന്താണടാ? എക്സിന്റെ ജോയിന്റ് കോസ്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഓരോന്നും കിട്ടി. എന്തൊക്കെ കിട്ടിയത്? വൈയുടെ ജോയിന്റ് കോസ്റ്റ് നമ്മൾ 1100 ആണെന്ന് കണ്ടെത്തി. എക്സിന്റെ ജോയിന്റ് കോസ്റ്റ് 13,900 ആണെന്ന് കണ്ടെത്തി. ഇവരുടെ സെപ്പറേറ്റ് കോസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? എക്സിന്റെ സെപ്പറേറ്റ് കോസ്റ്റ് എത്ര? 3,800 ആണ്. അത് എവിടുന്നാ കിട്ടിയേ? ഇതിങ്ങനെ എടുത്താ കിട്ടി. എക്സിന്റെ സെപ്പറേറ്റ് കോസ്റ്റ് 3,800 ആണ്. വൈയുടെ സെപ്പറേറ്റ് കോസ്റ്റ് എത്ര? 1,700 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2,800 ആണ് ടോട്ടൽ കോസ്റ്റ്. ഇവരുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര വരിക? 17,700 ആണോ? 17,700 ആണ് തോന്നുന്നു അല്ലെ? 13,900 18,700 ആണ് തോന്നുന്നു അല്ലെ? 18,700 ആയിരിക്കും. അപ്പൊ ആ രീതിയിലാണ് വരിക. നമുക്ക് ആൻസർ 18,700 എന്നല്ല, 17,700 ആണ് കേട്ടോ. 18 അല്ല, 17,700 തന്നെ നമ്മൾ ആദ്യം എടുത്ത സംഖ്യ. കിട്ടിയത് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഒന്നും കൂടെ കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ഭാഗം, ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ക്വസ്റ്റ്യനിൽ ചോദിച്ചത് നമ്മളോട് എക്സിന്റെയും വൈന്റെയും കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. എക്സിന്റെയും വൈയും കോസ്റ്റ് കണ്ടെത്താൻ എക്സിന്റെ ടോട്ടൽ കോസ്റ്റ് ഒന്നിച്ച് തന്നിട്ടില്ല, വൈന്റെയും ടോട്ടൽ അങ്ങനെ ഒന്നിച്ച് തന്നിട്ടില്ല. അപ്പൊ ഇൻഡയറക്ട്ലി നമ്മൾ കണ്ടെത്താൻ പോവാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഒന്നും കൂടെ നോക്കുക. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ജോയിന്റ് കോസ്റ്റ് ഓഫ് വൈ. ആദ്യം നമ്മൾ വൈയുടെ ജോയിന്റ് കോസ്റ്റ് കാണുക. എങ്ങനെ കാണും? സെയിൽ പ്രൊസീഡ്സ് എത്ര? 3,500. 3,500 അതിന്റെ പ്രോഫിറ്റ് കുറച്ചു 700. അപ്പോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി 2,800. എന്താണ്? 2,800 എന്താണ്? ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് നിന്ന് സെപ്പറേറ്റ് എക്സ്പെൻസ് കുറച്ചു. സെപ്പറേറ്റ് എക്സ്പെൻസ് ഓഫ് വൈ എത്ര? 1,700. ആ 1,700 കുറച്ചപ്പോ ബാക്കി ഷെയർ ഓഫ് വൈ ജോയിന്റ് കോസ്റ്റ്, വൈയുടെ ജോയിന്റ് കോസ്റ്റിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 1,700 ആണ്. ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് 15,000 ആണ്. ടോട്ടൽ കോസ്റ്റ് 15,000 ആണ്. 15,000 1,100 കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 13,900 എന്ന് പറയുന്നത് 13,900 എന്ന് പറയുന്നത് ആരുടെ കോസ്റ്റ് ആണ്? ആരുടെ കോസ്റ്റ് ആണ്? എക്സിന്റെ ജോയിന്റ് കോസ്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ജോയിന്റ് കോസ്റ്റ് ഓഫ് എക്സ് 15,000 ടോട്ടല്. അതിന്ന് വൈയുടേത് കുറച്ചു, ബാക്കി 13,900. ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇതാണ് കോസ്റ്റ് എത്ര എക്സിന്റെയും വൈന്റെയും. എക്സിന്റെ സെപ്പറേറ്റ് എക്സ്പെൻസും എക്സിന്റെ ജോയിന്റ് കോസ്റ്റും കൂടെ കൂട്ടിയപ്പോൾ 17,700 കിട്ടി. വൈയുടേത് 1,700 സെപ്പറേറ്റും ജോയിന്റ് കോസ്റ്റ് 1,100 കൂട്ടിയപ്പോൾ ഇതും കിട്ടി 2,800. കാൽക്കുലേഷൻ ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യും എല്ലാവരും.
യെസ്, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ക്വസ്റ്റ്യൻ 7 ആണ്. ക്വസ്റ്റ്യൻ 7 നോക്കാം. ഇൻ മാനുഫാക്ചർ ഓഫ് മെയിൻ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിൽ 200 യൂണിറ്റ് ഓഫ് സെർട്ടൻ ബൈ പ്രൊഡക്റ്റ് വേർ പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരു മെയിൻ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പം 200 യൂണിറ്റ് ബൈ പ്രൊഡക്റ്റ് എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ബൈ പ്രൊഡക്റ്റ്, ഈ 200 യൂണിറ്റ് ബൈ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 40 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 40 രൂപ വെച്ചിട്ടാണ്. ദ ബൈ പ്രൊഡക്റ്റ് റിക്വയർഡ് ഫർദർ പ്രോസസിംഗ് കോസ്റ്റ് എമൗണ്ടിങ് ടു ₹3,000. ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അഡീഷണലി നമുക്ക് ചെലവ് വരുന്നുണ്ട്. എത്ര? 3000 രൂപ വരുന്നുണ്ട്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 500 രൂപയും ചെലവാക്കിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോസസ് അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ബൈ പ്രൊഡക്റ്റ്. അപ്പം എമൗണ്ട് എത്രയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഈ ബൈ പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്ത എമൗണ്ടിൽ എത്രയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ടില്ലേ, ജോയിന്റ് കോസ്റ്റ് എത്രയാണെന്ന് കണ്ടെത്തിയിട്ട് അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം മെറ്റീരിയൽ കോസ്റ്റ് നമുക്കറിയാം. സെല്ലിംഗ് പ്രൈസ് നമ്മുടെ കയ്യിലുണ്ട്. എത്ര സെല്ലിംഗ് പ്രൈസ് നോക്കൂ? സെല്ലിംഗ് പ്രൈസ് എത്ര? 200 × 40, 8000 രൂപ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. 8000 രൂപ സെല്ലിംഗ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് 8000 രൂപയാണ്. അതിന്ന് ഫർദർ പ്രോസസിംഗ് കോസ്റ്റും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയാണ് നമ്മൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടുള്ളത് പറയുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ തന്ന ഡാറ്റകള് 200 × 40, 8000 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. അതിന്ന് ഫർദർ പ്രോസസിംഗ് കോസ്റ്റും അതുപോലത്തെ സെല്ലിംഗ് കോസ്റ്റും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ എമൗണ്ട് കഴിഞ്ഞാൽ അത് എത്രയാണ്? ടോട്ടൽ 3500 എടുക്കുക. ബാക്കി വരുന്ന 4500 എന്ത് ചെയ്യുക? പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ചോദ്യം ഇൻ കേസ് വരികയാണെങ്കിൽ എടുക്കാവുന്നത്. മറ്റൊക്കെ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. അപ്പം ഈ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്തതാണ്? എടുത്തിട്ടതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. സെയിൽസിന്ന് പ്രോഫിറ്റ് ഇതിൽ തന്നിട്ടില്ലല്ലോ. സെയിൽസിന്ന് എന്ത് ചെയ്തു? ഈ 2 എക്സ്പെൻസസും കുറച്ചു. ബാക്കി നമ്മൾ എന്ത് ചെയ്തു? പ്രോസസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, മെയിൻ അക്കൗണ്ടിലേക്കാണ് അതെന്ത് ചെയ്യുക? മെയിൻ അക്കൗണ്ടിന്റെ ഇതിലേക്കാണ് പോവുക അത് എന്നുള്ളതാണ്. പ്രോസസ് അക്കൗണ്ട് മെയിൻ അക്കൗണ്ടിനാണ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനാണ് ആ പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക? ഈ ബൈ പ്രൊഡക്റ്റിന്റെ ഈ ഒരു 4500 കിട്ടുന്ന ബെനിഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്ത് വെക്കുക. യെസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ 8. ഇതൊന്ന് നോക്കുക. ക്വസ്റ്റ്യൻ 8, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഗിവൺ. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ കാണാനാണ്. സിലബസിൽ ഈക്വലന്റ് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഈക്വലന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനോ അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോസസ് അക്കൗണ്ടിനെ പറ്റിയോ സിലബസിൽ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ നമുക്കൊന്ന് എന്ത് ചെയ്യാം? നോക്കാം. ഈക്വലന്റ് പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഫ്രം ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ. ഓപ്പണിംഗ് വർക്ക്. ഇതൊന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്കില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടല്ലാത്തത്? ഇത് നമ്മുടെ സിലബസിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഫ്രം ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 800 യൂണിറ്റ് ഉണ്ട്. 800 യൂണിറ്റ്. ഓൺ വിച്ച് ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഈസ്. ആ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ എത്രയാണ്? 60. മെറ്റീരിയൽ 60%. ലേബർ ആൻഡ് ഓവർഹെഡ് 40%. ലേബറും ഓവർഹെഡ് എത്ര ശതമാനം കംപ്ലീറ്റ് ആണ്? 40% കംപ്ലീറ്റ് ആണ്. യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രോസസ് ബി. 800 യൂണിറ്റ് ഓൾറെഡി ഉണ്ട്. അതിന് പുറമെ പ്രോസസ് ബിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എത്രയാണ്? 3000 യൂണിറ്റ് ആണ്. അതായത് 800 യൂണിറ്റ് ഓപ്പണിംഗിൽ ഉണ്ട്, അതിന് പുറമെ 3000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസും ചെയ്തു. ഇനി ഇതിൽ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. ഈ 3800 കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എത്രയാണ്? 2800 ആണ്.
ടോട്ടൽ 3800 കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 2800 ആണ്. അപ്പൊ ബാക്കി 1000 ഇവിടെ, ബാക്കി 1000 ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പൊ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 1000 യൂണിറ്റ് ഓൺ വിച്ച് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ 80% ആണ്, ലേബർ 70% ഓവർ ഹെഡ് 70%. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എന്നൊന്ന് കമന്റ് ചെയ്യും. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എന്ന് കമന്റ് ചെയ്യും. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഈക്വലന്റ് പ്രൊഡക്ഷൻ. ഇതിൽ നിങ്ങൾ കുറച്ച് ഒന്ന് കമന്റ് വരട്ടെ കേട്ടോ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് WIP 800 യൂണിറ്റ് ആണ്. പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റ് 3000 യൂണിറ്റ് ആണ്. ടോട്ടൽ 3800 യൂണിറ്റ് ഇൻപുട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ ഔട്ട്പുട്ടിലേക്ക് പോകുമ്പോൾ സെപ്പറേറ്റ് ഓപ്പണിംഗ് WIP നമ്മൾ എഴുതണം. ഓപ്പണിംഗ് WIP 800 ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് എത്രയാണ് അതൊന്ന് കമന്റ് ചെയ്തേ. ഇൻട്രൊഡ്യൂസ്ഡ് ഇവിടെ നമ്മൾ എഴുതുന്ന ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് എത്രയെന്നൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ക്ലോസിംഗ് WIP ക്വസ്റ്റ്യൻ ഉണ്ട്. ക്ലോസിംഗ് WIP എത്ര? 1000 ആണെന്നുണ്ട്. ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് എത്രയാണ്? അതായത് ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിൽ കംപ്ലീറ്റ് ചെയ്തത് എത്രയാണ്? ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 2800 എന്ന് പറഞ്ഞിട്ടുണ്ട്. 2800 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 800 എന്താ? ഓപ്പണിംഗ് WIPന്റെ സാധന. അപ്പൊ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്തത് എത്രയാണ്? 2000 ആണ്. അങ്ങനെ വരുമ്പോഴേ ഈ 3800ഉം ഈ 3800 എന്ത് ചെയ്യുള്ളൂ? ഈക്വൽ ആവുള്ളൂ. രണ്ടും ഈക്വൽ ആവുള്ളൂ. യെസ്, അതെ, സെറ്റാണ്. ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. മെറ്റീരിയലിന്റെ കാര്യം എടുക്കുക. മെറ്റീരിയൽ ഓപ്പണിംഗില് മെറ്റീരിയലിന്റെ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ഒന്ന് കമന്റ് ചെയ്തേ. കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ 60, ലേബറും ഓവർഹെഡും 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയലിന്റെ ഓപ്പണിംഗിൽ നമ്മൾ എഴുതേണ്ട ഈ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ എത്രയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേ. ഓപ്പണിംഗ് WIPന്റെ പെർസെന്റേജ് ആട്ടോ ചോദിച്ചേ. യെസ്, 40%. കാരണം എന്താ? 40%. കാരണം എന്താ? ഈ വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഓൾറെഡി 60% കംപ്ലീറ്റ് ആണ്. അപ്പൊ ഈ വർഷം നമ്മൾ പൈസ ചെലവാക്കിയത് 60% ഇപ്പൊ ചെലവാക്കുന്നുണ്ടോ? ഇല്ല, 40% ചെലവാക്കുന്നുള്ളൂ. അപ്പൊ 800ന്റെ 40% നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? മെറ്റീരിയലിന്റെ പെർസെന്റേജ് കൊടുക്കേണ്ടത്. എമൗണ്ടിൽ വരുമ്പോ എത്ര വരും? 320 വരും അല്ലെ? 800ന്റെ 40%. അതുപോലെ തന്നെ ലേബർ ഓവർഹെഡ്, ഇങ്ങനെ ഓരോന്ന് എഴുതണം. ഞാൻ അടുത്തൊരു ചോദ്യം, ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡിലുള്ള പെർസെന്റേജ് ഒന്ന് കമന്റ് ചെയ്തേ. ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡിലുള്ള പെർസെന്റേജ് ഒന്ന് കമന്റ് ചെയ്തേ. ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡിലുള്ള പെർസെന്റേജ്. ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡിൽ നമ്മൾ എത്ര പെർസെന്റേജ് കൊടുക്കുക? ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്തത് എത്ര ശതമാനമാണ് കംപ്ലീറ്റ് പെർസെന്റേജിൽ വരിക? യെസ്, 100% വരിക. ഇനി ക്ലോസിംഗ് WIP എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ക്വസ്റ്റ്യനിൽ എന്താണോ തന്നത് അതായിരിക്കും എന്ത് ചെയ്യുക? പെർസെന്റേജ് ഉണ്ടാവുക. ക്ലോസിംഗ് WIP ക്വസ്റ്റ്യനിൽ തന്നെ 80%, 70%, 70% ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ഇതാ, നമുക്കൊന്ന് നോക്കാം. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ആൻസർ തന്നെയാണ്. ഓപ്പണിംഗ് WIP ഇത് ഇൻപുട്ട് ആണ്, യൂണിറ്റ് ആണ്. ഇത് ഔട്ട്പുട്ടും യൂണിറ്റ്സും കൊടുക്കുക. ആദ്യ ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ ഇൻപുട്ട് ഓപ്പണിംഗ് എന്ത് ചെയ്തു? രണ്ടും ചെയ്തു, 3800 വന്നു. ഔട്ട്പുട്ടിലേക്ക് പോകുമ്പോൾ ഓപ്പണിംഗ് WIP സെപ്പറേറ്റ് ചെയ്ത് ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്തു 2000.
ക്ലോസിംഗ് WIP 1000, ടോട്ടൽ 3500. എന്നിട്ട് ഇതിന്റെ മെറ്റീരിയലിന്റെ പെർസെന്റേജ് കഴിഞ്ഞ വർഷം 60 കംപ്ലീറ്റ് ആയിരുന്നു, അപ്പൊ ഈ വർഷം 40 കംപ്ലീറ്റ് ആയത്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ 60 എന്നുള്ള രീതിയിലാവും. ഇവിടെ 100%, 100% കംപ്ലീറ്റ് ആയി. ഇങ്ങോട്ട് വരുമ്പോൾ 80%, 70%, 70% കംപ്ലീറ്റ് ആയി. അപ്പൊ ഈ 800ന്റെ 40% എന്ന് പറഞ്ഞാൽ 320 800ന്റെ 60% എന്ന് പറഞ്ഞാൽ 480. ഓക്കെ, അതേപോലെ തന്നെ 800ന്റെ ഇവിടെയും ഓവർ ഹെഡിലും എന്ത് 60% തന്നെ. ഇനി കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫർഡ് എപ്പോഴും 100% ഉണ്ടാവുക, എപ്പോഴും 100% എന്ത് ചെയ്യുക ഉണ്ടാവുക. അതുകൊണ്ട് എല്ലായിടത്തും 2000 2000 2000 എന്നുള്ളത്. ക്ലോസിംഗ് WIP സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇവിടെ 80% കംപ്ലീറ്റ്, ഇവിടെ 70% കംപ്ലീറ്റ്, ഇവിടെ 70% കംപ്ലീറ്റ്. അപ്പൊ ആൻസറിൽ വരുമ്പോൾ 80ന് 800, 70ന് 700 എന്നുള്ള രീതി. എന്നിട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ മുഴുവൻ കൂട്ടി എഴുതുക, ലേബർ മുഴുവൻ കൂട്ടി എഴുതുക, ഓവർഹെഡ് മുഴുവൻ കൂട്ടി എഴുതുക. ഇത്രേ ഉള്ളൂ. ഇതാണ് ഈക്വലന്റ് പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇനിയിപ്പോ ഇതിൽ ഏറെ വന്നാൽ എന്താ ഉണ്ടാവുക, അബ്നോർമൽ ഗെയിൻ ഒക്കെ വന്നാൽ ഉണ്ടാവാം. അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസും ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അബ്നോർമൽ ലോസിന്റെ കേസ് പറഞ്ഞേ. അബ്നോർമൽ ലോസ് കേസ് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ എത്ര ആയിരിക്കും? അബ്നോർമൽ ലോസ് ആണെങ്കിൽ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ എത്ര ആയിരിക്കും? അബ്നോർമൽ ലോസിന് 100% വരും. കാരണം ഇനി ക്വസ്റ്റ്യനിൽ വേറെ തന്നാൽ അത് എടുക്കാട്ടോ. അല്ലാത്ത സാഹചര്യങ്ങൾ മുഴുവൻ അബ്നോർമൽ ലോസ് 100% ആയിരിക്കും ഉണ്ടാവും. യെസ്. ഇനി അബ്നോർമൽ ഗെയിൻ ആണെങ്കിലും 100% തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ ലെസ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ലാസ്റ്റ് നിങ്ങൾ എഴുതുക ലെസ് എന്ന് കൊടുത്തിട്ടാണ് എഴുതുക. അതൊന്നും മറന്നു പോകരുത്. അബ്നോർമൽ ഗെയിനിന്റെ കേസ്. ഓക്കെ, ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള സാധനം. ഇതിലേറെ വലിയ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും മീൻസ് ഞാൻ വീണ്ടും പറയുന്നു, പ്രോസസ് കോസ്റ്റിംഗിൽ നിങ്ങൾ എസ് ഒക്കെ പ്രതീക്ഷിക്കേണ്ടത് പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ. അതൊക്കെ വളരെ ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും, അങ്ങനെ അലമ്പാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. അതൊന്ന് നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി പിന്നെ തൽക്കാലം ഈ ഒരു കണ്ടന്റ് ഞാൻ ഇന്നേക്ക് റെഡിയാക്കിയിട്ടുള്ളൂ. പിന്നെ ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. പിന്നെ നാളെ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നൊന്ന് കമന്റ് ചെയ്തോ. നാളെ ഏത് ടോപ്പിക്കാണ് വേണ്ടത്? ഇപ്പൊ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുക. പിന്നെ തിയറിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പ്രോബ്ലം ആണെങ്കിൽ ഞാനത് ചെയ്തു വെച്ച ഡാറ്റകളൊക്കെ എടുത്തിട്ട് വേണം. അപ്പൊ അത് തിയറി ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പ്രോബ്ലം ആകുമ്പോൾ ഒന്നെങ്കിൽ പിന്നെ ക്വസ്റ്റ്യനും സാധനമൊക്കെ നോക്കി ഉണ്ടാക്കിയിട്ട് വേണ്ടേ. അപ്പൊ ചിലപ്പോൾ ഇതിൽ ഈ ഒരു ഡിസ്പ്ലേ മറ്റു കാര്യമൊക്കെ അതിൽ ചേഞ്ച് ചെയ്ത് ഉണ്ടാക്കൽ ബുദ്ധിമുട്ടാണ് ഈ വെച്ചതിനപ്പുറത്തേക്ക്. നാളെ ടോപ്പിക് ഏതാ വേണ്ട അതൊന്ന് ആദ്യം പറഞ്ഞേക്ക്. നാളെ ഏത് ടോപ്പിക്കാണ് ആവശ്യമുള്ളത്? സർവീസ് കോസ്റ്റിംഗ് ഒരു വീഡിയോ നമ്മുടെ ഇതിലുണ്ട്. അത് ഓൾറെഡി ഒരു ലൈവാണ്. അത് ഓക്കെ ആണോ നോക്കണ്ട കേട്ടോ. അതിൽ അത്രേ ഉള്ളൂ. സർവീസ് കോസ്റ്റിംഗ് ഒന്നും തിയറി എന്തെങ്കിലും പ്രതീക്ഷിക്കാല്ലാതെ പ്രോബ്ലം ആകെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ആ അബ്സല്യൂട്ട് കിലോമീറ്ററും ഒക്കെ കാണുന്ന ആ ക്വസ്റ്റ്യനാ ചോദിച്ചു കണ്ടിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അല്ലെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വേണമെങ്കിൽ നമുക്ക് ഇപ്പം അതിന്റെ ഇക്വേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു ഇത് വേണമെങ്കിൽ ചെയ്തിടാം. ഓർക്കുന്നുണ്ടോ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ചെറിയ ഒരു മുഖവുരമാണെങ്കിൽ പറയാം. ഏതായാലും കുറച്ച് ടൈം ഉണ്ടല്ലോ. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ബാക്കി തിയറി കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, നാളെ കൊണ്ടുവരാം. തിയറിയും കുറച്ച് പ്രോബ്ലം ഇതിലൊക്കെ ഇതേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കാര്യങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഇൻട്രോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇൻട്രോ ഒക്കെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യത്തെ 2 വീഡിയോ പൂർണ്ണമായും ഇൻട്രോ ആണ്. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മെറ്റീരിയലിന്റെ കോസ്റ്റ് വേരിയൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആകെയുള്ള കാര്യം.
മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ ഇയറിന്റെ ബിഗിനിങ്ങിൽ ബജറ്റ് സെറ്റ് ചെയ്യും. ബജറ്റ് എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. ആ ബജറ്റിന്റെ അടിസ്ഥാനത്തിൽ മെറ്റീരിയലിന് ഇത്ര കോസ്റ്റ് ആണ് വേണ്ടത് എന്നുള്ളത് മെറ്റീരിയൽ കോസ്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് 10,000 രൂപയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്നത് പറയുന്നുണ്ട്. വർഷം അവസാനിക്കുന്ന സമയത്ത് സ്ഥാപനം എന്ത് ചെയ്യും? മെറ്റീരിയൽ കോസ്റ്റ് കാൽക്കുലേറ്റ് പിന്നെ ബജറ്റ് ചെയ്തു വെച്ചതിനെ വെച്ച് ആ ആക്ച്വൽ കോസ്റ്റ് എത്ര എന്നുള്ളത് നോക്കും. ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് എത്ര നോക്കും. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഡിസ്കഷൻ. പക്ഷെ അതേസമയം ബജറ്റും ആക്ച്വലും തമ്മിൽ എപ്പോഴും ഈക്വൽ ആയിക്കൊള്ളണമെന്നില്ല. അതിലേക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കടന്നു വരുന്നത്. എന്താണ് പറയാൻ കാരണം? എന്താ നമ്മൾ ഡിസ്കഷനിൽ ഓർക്കുന്നുണ്ട്, ബജറ്റ് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ബജറ്റിന്റെ ഉദ്ദേശം. 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെലവാകുന്ന കോസ്റ്റ്, ബജറ്റഡ് കോസ്റ്റ് എത്ര? 20,000 ആണ്. പക്ഷെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 9,000 യൂണിറ്റ് ആണ്. 9,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 9,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 24,000 രൂപ ചെലവായിട്ടുണ്ട്. 24,000 രൂപ ചെലവായിട്ടുണ്ട്. അപ്പൊ ബജറ്റഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം ബജറ്റ് ചെയ്തത് 10,000 യൂണിറ്റിനാണ്, ആക്ച്വൽ എത്ര തന്നെയാണ്? 9,000-നാണ്. അവിടെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അതായത് ബജറ്റഡ് ഫോർ ആക്ച്വൽ, ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടി ബജറ്റ് ചെയ്തത് എത്ര? 9,000. ആക്ച്വൽ ഇതിനു വേണ്ടി ബജറ്റ് ചെയ്തത് ഇത് ഇവിടെ കണ്ടല്ലോ, ഒരു യൂണിറ്റിന് എത്ര വരുന്നത്? സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര വരുന്നത്? ബജറ്റഡ് റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര വരുന്നത്? 20,000 കോസ്റ്റ് വരുന്നത് 10,000-ന്. അപ്പൊ 2 രൂപയാണ്. അപ്പൊ 9,000 × 2 18,000 ആണ് എന്ത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ 18,000 24,000 തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? 6,000 അഡ്വേഴ്സ്. നമ്മൾക്ക് നഷ്ടമല്ലേ? സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഏറിപ്പോയില്ലേ? അപ്പൊ ബജറ്റഡ് അല്ല സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പ്ലാൻഡ് കോസ്റ്റ് ആണ്. പ്ലാൻഡ് കോസ്റ്റ് ആണ്. ബജറ്റഡ് പ്ലാൻഡ് കോസ്റ്റ് ആണ്. ആക്ച്വൽ കോസ്റ്റോ? ആക്ച്വൽ കോസ്റ്റ് തന്നെ. എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണ്? അലൗഡ് കോസ്റ്റ്. അലൗഡ് കോസ്റ്റ് അതായത് നമ്മൾ 9,000 ഉണ്ടാക്കാൻ വേണ്ടി അലൗഡ് ഫോർ ആക്ച്വൽ, ആക്ച്വലിന് വേണ്ടി നമ്മൾക്ക് അലൗ ചെയ്തത് എത്രയേ ഉള്ളൂ? 18,000 ഉള്ളൂ. അവിടെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡിന്റെ ഡിസ്കഷൻ. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നോക്കുക, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. എന്താണ്? ഒന്ന് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മറ്റൊന്ന് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതെന്താണ്? മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, അതേപോലെ തന്നെ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. എനിക്ക് ഇക്വേഷൻസ് ഓരോന്നും എവിടെ കിട്ടണം എന്നറിയോ? കമന്റ് ബോക്സിൽ വന്നാൽ മതി. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ ഇക്വേഷൻ ഒന്ന് കമന്റ് ചെയ്തേ. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ ഇക്വേഷൻ. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ ഇക്വേഷൻ സ്പീഡിൽ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. യെസ്, സെറ്റാണ്. രണ്ടാമത്തെ ഇക്വേഷൻ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ സ്പീഡാക്കി. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാൻഡേർഡിൽ നിന്ന് ആക്ച്വൽ കുറയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് എന്ത് ചെയ്യുക? വരിക.
എന്താണ് പ്രൈസ് വേരിയൻസ്? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ഏത് ക്വാണ്ടിറ്റിയാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെയൊക്കെ റീസൺ ഞാൻ പറയുന്നില്ല കേട്ടോ. റീസൺ നമ്മൾ ഓൾറെഡി പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്താണ്. എന്തുകൊണ്ട് ആക്ച്വൽ ക്വാണ്ടിറ്റി എടുത്ത്? പർച്ചേസ് മാനേജറോട് നമ്മൾ പറഞ്ഞത് എന്താണോ വാങ്ങാൻ പറഞ്ഞത് അത് വാങ്ങുക എന്നുള്ളത്. എന്നാൽ യൂസേജ് വേരിയൻസിന്റെ ഇക്വേഷൻ പറഞ്ഞേ. യൂസേജ് വേരിയൻസ് പറഞ്ഞ ക്വാണ്ടിറ്റിയിലല്ലേ? അപ്പൊ ഒന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. യെസ്, സെറ്റാണ്. ഇനി അടുത്തത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് RSQ മൈനസ് AQ ഇൻറ്റു SP. ഇവിടെ SQ മൈനസ് RSQ ഇൻറ്റു SP. യെസ്, ഇത് മറന്നു പോകരുത്. ഇവിടെ നോക്കുക, ഇവിടെ RSQ പോസിറ്റീവിലും ഇവിടെ നെഗറ്റീവിലും വന്നു, അത് വിട്ടുപോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ SQയും AQയും, SQ പോസിറ്റീവിലും AQ നെഗറ്റീവിലും, അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. SQ പോസിറ്റീവിലും AQ നെഗറ്റീവിലും. SP ആണ് ഇവിടെ എല്ലായിടത്തും ഇൻറ്റു ചെയ്യാനുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഈ ഇക്വേഷൻ ഉണ്ടായാൽ തന്നെ അത് ആൻസർ പെട്ടെന്ന് ചെയ്യാട്ടോ. നമുക്ക് ഇന്ന് നമ്മൾ RSQ കാൽക്കുലേഷൻ, RSQ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി നാളെ നമുക്ക് വെറൈറ്റി സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാം വരാം. പിന്നെ തിയറിയും കൂടെ, തിയറി കുറച്ച് എന്താണ് എപ്പോഴും ചോദിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്താണ്, മിക്സ് വേരിയൻസ് എന്താണ്, ഈൽഡ് വേരിയൻസ് എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതാണ് ഇവിടെ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് RSQ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. RSQ കാൽക്കുലേഷൻ അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. RSQ കാൽക്കുലേഷൻ യെസ്. RSQ ഒക്കെ വരിക മിക്സ് ഉണ്ടാവുമ്പോഴാണ്, ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ ഉണ്ടാവുമ്പോഴാണ്. മെറ്റീരിയൽ എയും ബിയും ഉണ്ട് നമ്മുടെ കയ്യിൽ. മെറ്റീരിയൽ എന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 1000 ആണ്. മെറ്റീരിയൽ ബിന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 800 ആണ്. അതുപോലെ തന്നെ ആക്ച്വൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം ഇത് 1200 ആണ്. ഇവിടെ വരുമ്പം 900 ആണ്. അങ്ങനെയാണെങ്കിൽ RSQ കാൽക്കുലേറ്റ് ചെയ്യണം. RSQ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞേ. RSQ കാൽക്കുലേറ്റർ ആകുമ്പോൾ സിമ്പിളാ, പെട്ടെന്ന് ചെയ്തോക്കാം അല്ലേ. ഇനി പോയിന്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയ മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. പോയിന്റ് ഉണ്ടായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെ RSQ കാൽക്കുലേറ്റ് ചെയ്യാം? എയുടെ RSQ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1000 ഹരിക്കണം
1800. എവിടെ നിന്ന് 1800 കിട്ടിയ ഇതിന്റെ ടോട്ടൽ ഇൻറ്റു ഇൻറ്റു എത്രയാണ്? 1200 ആണോ 2100 ആണോ ഒന്ന് പറഞ്ഞേ. യെസ്, 2100. അപ്പൊ എത്ര കിട്ടുന്നത്? 1167. അപ്പൊ ഇനി രണ്ടാമത്തെ 800 ഹരിക്കണം 1800 ഇൻറ്റു 2100 എത്ര വരുന്നത്? തൊള്ളായിരത്തി 13. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ നമ്മളെ ആക്ച്വൽ ക്വാണ്ടിറ്റിയിലേക്ക് എത്തും. RSQ ടോട്ടൽ 2100 വരും, പക്ഷെ 1167. പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 933. ഇവിടെ സത്യത്തിൽ എന്താ RSQന്റെ ഉദ്ദേശം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് എന്റെ മനസ്സ് പറയുന്ന കേട്ടോ. RSQ എന്താണ്? RSQ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി? എന്താ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി? ആക്ച്വൽ ക്വാണ്ടിറ്റിനെ ഇത് ഏതോ ഒരു മിക്സിലാണ് നിൽക്കുന്നത്, അത് സ്റ്റാൻഡേർഡ് മിക്സിക്ക് മാറ്റിയതാണ്. ആക്ച്വൽ ക്വാണ്ടിറ്റിനെ സ്റ്റാൻഡേർഡ് മിക്സിലേക്ക് മാറ്റിയതാണ്. അപ്പൊ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്താണ്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. ഇതാണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്. ബാക്കി 3 മാർക്കിന്റെയും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യത ഉള്ളത്. 10ലേക്ക് വരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് പ്രോസസ് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിങ്ങും അവിടെ ഇങ്ങനെ ഞാനോ ജോ ചോദിച്ച മാതിരി നിൽക്കുന്നുണ്ട്. സാധ്യത കമ്മിയാണ്, എക്സ്പെക്ടേഷൻ ആണ് കേട്ടോ. വീണ്ടും ഓക്കെ. അപ്പോൾ പ്രോസസ്സോ കോൺട്രാക്ട് ആയിരിക്കാനാണ് സാധ്യത, എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ തൽക്കാലം നമുക്ക് പിന്നെ ഇവിടെ അവസാനിപ്പിക്കാം അല്ലെ. നാളെ 9-ാം തീയതി 11-ാം തീയതി ഏതാണ് നമ്മുടെ ഇനി എക്സാമിന്റെ അന്ന് നമുക്ക് എന്ത് ചെയ്യാം? നാളത്തെ റിവിഷൻ കഴിഞ്ഞാൽ പിന്നെ എക്സാമിന്റെ അന്ന് ഒരു രാവിലെയാണ് എക്സാമിന്റെ അന്ന് നമുക്കൊരു 7 മണി മുതൽ എന്ത് ചെയ്യാം? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു 10 മണി വരെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റിവൈസ് ചെയ്തിടാം. ചടപടമെന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ മാത്രം. അതുവരെ നിങ്ങൾ ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞാൽ 7 മണി വരെ നിങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്തുകൊണ്ടു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഡൗട്ട് ക്ലിയറിംഗ് സെഷനൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ ആണല്ലോ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നാളെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ എന്താ ചെയ്യുക? ബഡ്ജറ്റിങ്ങിന്റെ കുറച്ച് ഭാഗം കൂടെ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ബഡ്ജറ്റിംഗ്. യെസ്, അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം.